മലയാളികൾ ഇത്ര അധികം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഇതിന് ഇത്രയും അധികം ഒരു കാത്തിരിപ്പ് ഉണ്ടായിട്ടില്ല. അർജുൻ്റെ കുടുംബത്തോടൊപ്പം അല്ലാതെ എല്ലാവരും ഈശോയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റബ്ബെ കാത്തുകൊള്ളണമേ, അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്യാപ്ഷനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നതിലൊന്നും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞ പോലെ ഇത് അവരുടെ ഒരു വിധിയാണ് ശരിക്കും. നമസ്കാരം, ജനീഷാണ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ 12 ദിവസമായിട്ട് നമ്മൾ അർജുന് വേണ്ടി കാത്തിരിപ്പ് തുടരുകയാണ്. അല്ലെങ്കിൽ അർജുനെ തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ അർജുന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള മലയാളിയുടെ കാത്തിരിപ്പ്. അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ മലയാളി ഇന്ന് വരെ നമ്മൾ മലയാളികൾ ഇത്ര അധികം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഇതിന് ഇത്രയും അധികം ഒരു കാത്തിരിപ്പ് ഉണ്ടായിട്ടില്ല. അർജുൻ്റെ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയ്ക്ക് മേലെയായി മലയാളികളുടെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒത്തൊരുമയെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ മലയാളികൾ എത്രമാത്രം ഒരാൾക്ക് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എത്രമാത്രം അതിന് ഒരു കെയർ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ പോലും ഒരുപാട് പേര് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈശോയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റബ്ബെ കാത്തുകൊള്ളണമേ, അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ കമൻസാണ് ആ ഒരു വീഡിയോന് താഴെ. അത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്നല്ല, ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ആയാലും ഏഷ്യാനെറ്റിൻ്റെ ആയാലും എല്ലാ ചാനൽസിൻ്റെ അടിയിലും കമൻസായിട്ട് വരുന്നതെല്ലാം ഈ ഒരു പ്രാർത്ഥനകളും ഇതുമാണ്. ഇത്ര അധികം യൂട്യൂബ് വ്യൂസ് അല്ലെങ്കിൽ ലൈവ് വ്യൂസ് ഇലക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ സമയത്തല്ലാതെ കേരളത്തിലെ മീഡിയാസിനൊന്നും കിട്ടാറില്ല. അത്ര അധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോ മലയാളിയും അല്ലെങ്കിൽ ഭൂരിഭാഗം മലയാളികളും ഇത് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളൊന്നും അവിടെ നിന്ന് തിരിച്ചു വരാതെ എല്ലാവരും അവിടെ നിന്ന് ഇപ്പോഴും 24/7 അവിടെ നിന്ന് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇത് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ എത്രമാത്രം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ മലയാളികളുടെ ഒരു ഇതാണ്. കാരണം അത് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ആ ആളെ രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സോടുകൂടി, ഈ ഒരു പ്രാർത്ഥന മനസ്സോടുകൂടി ആൾക്കാർ നിൽക്കുന്ന സമീപനം കൊണ്ടാണ് ഇത്ര അധികം ശ്രദ്ധ അതിന് കിട്ടിയതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം അന്ന് 3-ാം ദിവസം മറ്റോ ആണ് എൻ്റെ ഒരു ഓർമ്മയിൽ വീഡിയോ ചെയ്തത്. അന്ന് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ഒന്നും ഇത്ര സജീവമായി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ പോകുന്ന ആ സമയത്തായിരുന്നു, അതിന് മുമ്പായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ വിചാരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണ്ട, കാരണം ടി വിയിലൊക്കെ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്, പിന്നെ ഇത് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ ഈ ഓൺലൈൻ മീഡിയയുടെ പ്രവർത്തനത്തിന് ഒരു വിഭാഗം എല്ലാവരും ഉണ്ടെന്ന് നമുക്കങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. എന്നാലും കുറേ ഓൺലൈൻ മീഡിയ ഒരു നിയന്ത്രണമില്ലാതെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചില യൂട്യൂബേഴ്സ് ആയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അത് ഇപ്പം ഞാനൊന്ന് കണ്ട വീഡിയോ, ഞാൻ അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ പുള്ളിക്ക് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്ന വീഡിയോസാണ് പുള്ളിയുടെയൊക്കെ. അപ്പോൾ പുള്ളിയൊക്കെ എങ്ങനെ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്യാപ്ഷനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിനെ വികലവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ എത്രമാത്രം ദുഃഖം അവർക്കുണ്ട് അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൻ്റെ അളവെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്ന ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുന്ന യൂട്യൂബ് ചാനലിനൊക്കെ നമുക്ക് ഒരു സഹതാപം മാത്രമേ അവരോടൊക്കെ ചെയ്യാനുള്ളൂ. കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്രയധികം ആളുകൾ, ഒരു 90-95% മലയാളികളും ഇതിന് അവരുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു വിഷമഘട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ ഇത്രയും ചെറിയ ശതമാനം ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ആയാലും ഒരുപാട് പേര് അതിന് വളരെ പ്രോത്സാഹനം നൽകി, അല്ലെങ്കിൽ അതിനോട് താരതമ്യപ്പെട്ടെങ്കിൽ ചെറിയൊരു ശതമാനം പേര് അതിനെയും പറഞ്ഞു, എന്താ പിന്നെ മലയാളിയാണല്ലോ ഇത്ര വലിയത്, മലയാളിക്ക് എന്ത് പറ്റുന്ന പറയണം, മലയാളി അങ്ങനെയല്ല. നമ്മളിപ്പോൾ മലയാളിയെ ഉദ്ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മലയാളി എന്നുള്ളൊരു കൂട്ടം ഉണ്ടാക്കാനുള്ള ഒന്നല്ല, എന്നാലും നമ്മൾ ജനറലായിട്ടുള്ള ഒരു തത്വം പറഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മലയാള ഭാഷ സംസാരിക്കുന്ന ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ എന്ത് പ്രതിസന്ധി വന്നാലും, ഇപ്പോൾ ദുബായിൽ വന്നാലും അമേരിക്കയിൽ വന്നാലൊക്കെ നമ്മൾ കഴിയുന്നത്ര നമ്മൾ ഒന്നായിട്ട് ഇത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒത്തൊരുമയോട് കൂടി പരസ്പരം സഹായിക്കാൻ പല സംഘടനകൾ വഴിയാണെങ്കിലും നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ എത്രമാത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കാത്തവരാകാം, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടാത്തവരാവാം. അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരങ്ങനെ കാണിക്കുക, അതൊരു ചെറിയ ശതമാനമാണ് എന്നതാണ് നമ്മുടെ കാര്യത്തിൽ ഒരു ഗുണകരമായി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് അധികം ചെയ്യാതിരുന്നത്. കാരണം
ഇങ്ങനെ പല പല ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ 12-ാം ദിവസമായി കണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഏകദേശം ധാരണയുണ്ട്. ഇപ്പോൾ കുടുംബം പോലും ആ ഒരു രീതിയിലേക്ക് ഉള്ള രീതിയിൽ വന്നു. എന്നാലും നമുക്കിത് എന്ത് പറ്റിയതാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു അദ്ദേഹത്തിന് ഒരു തിരിച്ച് കിട്ടുന്നതിലുപരി നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത്. അപ്പോൾ ഇനി നമുക്കറിയില്ല ഇപ്പോൾ ഇനി ലോറി കണ്ടെടുക്കാൻ സാധിക്കും, കാരണം അത്രയും കുത്തൊഴുക്കുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ കർണാടകയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഈ ഒരു ഉത്തര കന്നഡ എന്നുള്ള മേഖലയിൽ മൊത്തത്തിൽ ഭയങ്കര മഴയും കെടുതിയാണ് ഉണ്ടായത്. അവർക്ക് ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരുന്നില്ല ജില്ലാ ഭരണകൂടവും മറ്റും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് 1-2 ദിവസത്തിന് ശേഷം നമുക്ക് ഇയാളെ പറ്റി വിവരമൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത്ര സഹകരണം കിട്ടുന്നില്ല. ഇപ്പോൾ മനാഫ് ചെല്ലുമ്പോഴായാലൊക്കെ അതിനുശേഷം നമ്മുടേതായ ഭാഗത്തു നിന്ന് നമ്മൾ ആളെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ ഇപ്പോൾ അവരെയും ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ അതിനെ കുറ്റം പറയുന്നുണ്ട്, രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ഓവറായിരുന്നു സംസാരവും കാര്യങ്ങളും തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ എന്നാലും പുള്ളിയും അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഡാറ്റ വെച്ച് അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് തോന്നുന്നത് ഇങ്ങനെയാണ്, ഇവിടെയാണ് ഉണ്ടാവാൻ ചാൻസ് എന്നുള്ള രീതിയിലാണ് അവർ സെർച്ച് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ നദിയിലാണെങ്കിൽ ഒരുപാട് നാളായിട്ട് സെർച്ച് നടക്കുന്നതാണ്, പല ഭാഗത്ത് നിന്ന് പല മൃതദേഹങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ ചെയ്തു. അപ്പോൾ നമ്മൾ അവരൊന്നും കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്തത് ഇപ്പോൾ മനഃപൂർവ്വം ഇപ്പോൾ അർജുനെ കിട്ടാതിരിക്കാനൊന്നും ചെയ്തതല്ല. അവരും അതിനു വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചത്. ചിലപ്പോൾ അവർ ചെയ്തത് ഒരു റോങ് ഡയറക്ഷനിൽ പോയിട്ടുണ്ടാവാം, അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മളങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നതിലൊന്നും ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കർണാടക ഗവൺമെൻറ് ആയാലും ആദ്യത്തെ സമയത്ത് അത് ചെയ്തത് കഴിഞ്ഞ ശേഷം ആ ഒരു നല്ല സമയം അവർ പാഴാക്കിപ്പോയി എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാലും നമ്മുടെ പിന്നിലെ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി ഈ ഒരു വാർത്ത ഇത്രയും ശ്രദ്ധ കിട്ടുകയും അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ഈ ഒരു വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം കിട്ടിയ ശേഷമാണ് അവർ ഉണർന്ന് പ്രവർത്തിച്ചത്. നമ്മുടെ മീഡിയാസിൻ്റെ സപ്പോർട്ട് അതിന് വളരെ വലുത് തന്നെയാണ്. മീഡിയാസ് ജനങ്ങളുടെ പിന്തുണ കിട്ടിയത് കൊണ്ട് തന്നെയാണ് മീഡിയാസ് അവിടെ ഇത്രയും ഇതായത്. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെയൊക്കെ നിർത്താതെയുള്ള 138 മണിക്കൂർ മറ്റോ ആയെന്നാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞു കേട്ടത് മിസ്റ്റർ അരുൺകുമാർ. അപ്പോൾ അദ്ദേഹമൊക്കെ അവിടെ പോയി നിരന്തരം ചെയ്ത റിപ്പോർട്ടിങ്, ഇപ്പോൾ അതല്ലെങ്കിൽ ഹാഷ്മി ഇപ്പോഴും അവിടെ ഉണ്ട് 24 ന്യൂസിൻ്റെ. അപ്പോൾ അങ്ങനെ വളരെ അധികം ആത്മസമർപ്പണത്തോടു കൂടി തന്നെയാണ് മീഡിയക്കെതിരെ ഇടപെട്ടത്. എന്നാലും ഒരു പരിധിവരെ മീഡിയയും, അതായത് മെയിൻ മീഡിയയും പോലും ഇതിങ്ങനെ ഒരു വാർത്തയാകുമ്പോൾ, ലൈവ് റിപ്പോർട്ടിംഗ് ആകുമ്പോൾ അവരും കിട്ടുന്ന വ്യാജ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം അല്ലാതെ വേറെ വഴിയില്ല. ഇതെന്താണെന്ന് അറിയില്ലല്ലോ. അവിടുന്ന് ഇവിടുന്ന് ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അതെല്ലാം അവർ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരുപാട് കാര്യങ്ങൾ പോയി. അപ്പോൾ ഒരുപാട് പേര് ആ വാർത്ത വെച്ചിട്ട് വേറെ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന വാർത്തകൾ പരക്കുക, ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തന്നെ പറഞ്ഞു കേട്ടോ അവിടെ സ്ഫോടനം ഉണ്ടായി, ഇവിടെ എന്തൊക്കെയോ ഇവരെ ഒളിച്ചു വെക്കുക, അങ്ങനെ കുറേ റോങ് അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ കർണാടകയുടെ ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴാണ് പിന്നെ അവർ ഭയങ്കര നിയന്ത്രണത്തിലേക്ക് പോയത്. എന്നാൽ അതിന് ശേഷം അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് സഹകരണ മനോഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്തു. SP ആയാലും ഇപ്പോൾ MLA ആയാലും. ഇപ്പോൾ MLAയോട് നമ്മുടെ റിപ്പോർട്ടർ TV-യിലെ 5-ാം ദിനോ 6-ാം ദിനോ ആ അമ്മ പ്രതികരിച്ച ദിവസം, അമ്മ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും വൈകാരികമായിട്ട് ഏതൊരു അമ്മയും അങ്ങനെ പ്രതികരിച്ച് പോകും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മകനെ കിട്ടാതെ ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എൻ്റെ മകൻ എവിടെയാണെന്ന് പോലും അറിയാനുള്ള ഒരു വകുപ്പില്ലേ എന്ന് അമ്മ നിസ്സഹായതയോടു കൂടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ട ദിവസം തന്നെയാണ് ഇപ്പോൾ അന്ന് സുജയ പാർവതി നമ്മുടെ ആ MLA സതീഷ് കൃഷ്ണ സൈനിനോട് പറഞ്ഞത്, നിങ്ങളുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഇത് റെസ്പോൺസ് ടീം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് റെസ്പോൺസ് ടീം ഇത്ര മോശമാണോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കരമായ ഒരു എന്താ പറയുക തിരിച്ചടി തന്നെയായിരുന്നു ആ ചോദ്യം വന്നത്. അപ്പോൾ അദ്ദേഹം പറയേണ്ടത് ഞങ്ങളുടെ സംവിധാനങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റിലേക്ക് അയക്കുക, ഞാൻ ഇപ്പോഴും വെൽക്കം ചെയ്യുകയാണ്, ഞങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനു വേണ്ടി തുടക്കം തൊട്ട് ഒരുപാട് പ്രയത്നിച്ച മനുഷ്യനാണ്, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഒരു സ്പർദ്ധ ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്ന കേരളവും കർണാടകയും തമ്മിൽ വന്ന ഒരു സമയം വരെ ഉണ്ടായി. എന്തുതന്നെയായാലും അതിന് ശേഷം പിന്നെ അവരും വളരെയധികം ഉണർന്ന് പ്രവർത്തിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ മീഡിയ ആയാലും അവരായാലും എല്ലാവരും വളരെ ഒത്തൊരുമയോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഇന്ദ്രപാൽ സാറിനെ കൊണ്ടുവന്നിരിക്കുന്നത് മേജർ ഇന്ദ്രപാൽ സാർ നമ്മുടെ നാട്ടുകാരനാണ്, കേരളമാണ്, യുവർ പീപ്പിൾ, യുവർ പേഴ്സൺ, യുവർ മാൻ, സോ വി ആർ ട്രൈങ് ടു ബ്രിങ് ഹിം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർ കേരളവുമായിട്ട് വളരെ യോജിച്ച് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും നമുക്ക് ഇത് അറിയില്ല, ഇതൊരു വലിയ പ്രകൃതി ദുരന്തത്തിൽ വന്ന സംഭവം തന്നെയാണ്. പറഞ്ഞ പോലെ ഇപ്പോൾ ആ കുടുംബം തന്നെ പറഞ്ഞ പോലെ ഇത് അവരുടെ ഒരു വിധിയാണ് ശരിക്ക്. പക്ഷേ ഇത്ര അധികം ഒരു മലയാളികൾ ഇത്ര അധികം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഇത്ര മാത്രം ഒരു കാത്തിരിപ്പ്, അതിലുപരി എനിക്കറിയാം ഇപ്പോൾ നമ്മുടെ കമൻറ്റിലേക്ക് വന്നത്
കാനഡയിലെ അമ്പലത്തിൽ വരെ പോയിട്ട് വഴിപാട് നേർന്നിട്ടുള്ള ആൾക്കാർ മെസ്സേജ് കമൻസ് കാണാൻ സാധിച്ചു. കാരണം അത്ര അധികം ആൾക്കാർ ഇതിനോട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അത്ര അധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിച്ചു, ജുമാ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു അവസരത്തിൽ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോഴും നമുക്കറിയില്ല ഇനി എന്താവും ഇതിൻ്റെ പരിസമാപ്തി എന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ന്യൂസ് കണ്ടപ്പോഴും ഇത് എത്രയോ അടി താഴ്ചയിലാണ് ഇത് കിടക്കുന്നത്, ക്യാബിൻ തകർന്നിട്ടുണ്ട്. അപ്പോൾ ക്യാബിൻ തകർന്നുകൊണ്ട് തന്നെ ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല പല ന്യൂസുകൾ ഇപ്പോഴും പുറത്തേക്ക് വരികയാണ്. നമുക്കറിയില്ല എന്താവും ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ളത്. പിന്നെ ഇത്രയും ദിവസമായതാണ്, 12 ദിവസമായതാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായു തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇതേപ്പറ്റി ഇനി നമ്മളൊരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മൾ ഇത് തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളും ഇത് തന്നെ പറഞ്ഞ് വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. കാരണം നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോന് കിട്ടിയ ആ ഒരു സ്വീകാര്യത കൊണ്ടാണ് നമ്മൾ ഇന്ന് ആ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഞാൻ ലാസ്റ്റ് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മലയാളികളെല്ലാം ഒരുവിധം നല്ല മനുഷ്യന്മാർ തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരുണ്ട്, അവർക്ക് അത് എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. അങ്ങനെ അത്തരം പ്രവണതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നിനോടും സഹകരിക്കാത്ത, മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോടൊന്നും വലിയ ആത്മാർത്ഥത കാണിക്കാത്ത ആൾക്കാരും കുറച്ച് ക്രിമിനൽ വാസനയുള്ള ആൾക്കാരൊക്കെ ഒരു സമൂഹത്തിലുണ്ടാവും. എന്നാലും അത് നമ്മുടെ പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ പറയട്ടെ, വളരെയധികം മതസൗഹാർദ്ദപരമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയം ഭൂരിഭാഗം കേരള ജനതയും കൈകാര്യം ചെയ്തത്. ഇപ്പോൾ അർജുൻ എന്നുള്ളൊരു വ്യക്തിയാണെന്ന് അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ മുസ്ലിം സഹോദരങ്ങളാണ് അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടത്. അതായത് നമ്മുടെ ഒരാളാണ്, നമ്മുടെ മോനാണെന്നുള്ള പറഞ്ഞ് അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്ത ഒരു സംഭവം. നമ്മളിവിടെ പല പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു 3 പേരുടെ വേറെ വേറെ മതപരമായി ചിന്തിക്കുന്ന 3 പേരെ ഫോട്ടോ എടുത്ത് ഇടുന്ന പോലെയല്ല നമ്മളൊരു കാര്യം വരുമ്പോൾ ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ല. അപ്പോൾ അത്രയും ഒരു മനസ്സുള്ളതുകൊണ്ട് കൊണ്ടാണ് വൈകാരികമായി അല്ലെങ്കിൽ വളരെ എന്താ പറയുക വർഗീയമായി ചിന്തിക്കുന്നവരുണ്ടാവാം, ഇല്ലയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും വലിയ സമൂഹം എപ്പോഴും മതസൗഹാർദ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മതത്തിൻ്റെ ചിന്തകളും അല്ലെങ്കിൽ വേർതിരിവും ഇല്ലാതെ തന്നെ ആളുകൾ സഹകരിച്ച് നിൽക്കുന്ന കാഴ്ചയും ഈ അർജുൻ്റെ കേസോട് കൂടി കാണാൻ സാധിച്ചു. അതും വളരെയധികം കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പ്രത്യാശിക്കാം എന്ന് പറയുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.